ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിലിപ്പിനോ ഫുഡാണ് കേട്ടോ. ചിക്കൻ പാൻസിറ്റ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. അവർ നൂഡിൽസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണല്ലോ കുട്ടികൾ. അപ്പോൾ ഇതും അവർക്ക് ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി നൂഡിൽസായിട്ട് നമുക്കിത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടി ഞാൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ നീളത്തിൽ കട്ട് ചെയ്തിരിക്കുകയാണ്. ഉപ്പും സോയാ സോസും ലെമൺ ജ്യൂസും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണിത്. ഒരു കപ്പ് ക്യാരറ്റ് കനം കുറച്ചരിഞ്ഞത്, ഒരു സവാള അരിഞ്ഞത്, ഒരു കപ്പ് ക്യാപ്സിക്കം അരിഞ്ഞത്, ഒരു കപ്പ് കാബേജ് അരിഞ്ഞത്, പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, ലെമൺ ജ്യൂസ്, സോയാ സോസ്. പിന്നെ നമുക്ക് വേണ്ടത് പ്ലെയിൻ നൂഡിൽസാണ്. അതിന് റൈസ് നൂഡിൽസോ അല്ലെങ്കിൽ വെജിറ്റബിൾ നൂഡിൽസോ എടുക്കാം. ഇത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്നതാണ്. ഗൾഫ് കൺട്രീസിലൊക്കെ ഇത് പാൻസിറ്റ് എന്ന പേരിൽ തന്നെ കിട്ടും. ഇവിടെ നമുക്കത് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ നൂഡിൽസ് എടുത്തിട്ടുള്ളത്. ഇനി നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അത് വെള്ളം തിളക്കുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടിയുള്ള ചിക്കൻ മാറ്റി വെച്ചതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഭാഗം ഫ്രൈ ആയി വന്നാൽ മറ്റേ ഭാഗം കൂടി തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നൂഡിൽസ് വേവിക്കാൻ വേണ്ടി വെച്ച വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം. ഒരുപാട് വെന്ത് പോകരുത്. അധികം വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നൂഡിൽസൊക്കെ ഒട്ടി പിടിച്ചുകൊണ്ടായിരിക്കും. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ നൂഡിൽസിൻ്റെ വേവ് പാകമായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഊറ്റിയെടുക്കണം. ഇനി ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ഓയിലിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കണം. ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോൾ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ ഞാൻ. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഇനി ചിക്കൻ ക്യൂബിൻ്റെ ഹാഫ് പീസ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ക്യാരറ്റ് ഒന്ന് കുറച്ച് വഴന്നതിന് ശേഷമാണ് ഞാൻ മറ്റുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുന്നത്. പച്ചക്കറികളെല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുത്താലും മതി. പക്ഷേ ക്യാരറ്റിന് കുറച്ചൊരു വേവുള്ളതുകൊണ്ട് ഞാൻ ക്യാരറ്റാണ് ആദ്യം ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമുക്ക് ക്യാപ്സിക്കം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ സ്പൂണിന് 3 സ്പൂണാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. രണ്ട് സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കണം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. എരിവിന് വേണ്ടി നമ്മൾ കുരുമുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് കാബേജ് അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. കാബേജിന് വേവ് അധികം ഇല്ലാത്തതുകൊണ്ട് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസിന് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കണം. നൂഡിൽസ് എന്നും ഒരേ ടൈപ്പിലല്ലേ കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. അവരത് കഴിക്കും. ചിക്കൻ പാൻസിറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. വെജിറ്റബിൾസ് കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികൾ വരെ അത് കഴിച്ചോളും.
ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കൻ പാൻസിറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു വിഭവമായി വീണ്ടും കാണാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.